മെനപ്പോസ് ടൈമാണ്. ശ്രദ്ധിച്ചു തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ വയറു കൂടുന്നു, ക്ഷീണം മാറുന്നില്ല, ഉറക്കം ശരിയാകുന്നില്ല, ആകെ ഫ്രസ്ട്രേഷനാണ്. ചിലപ്പോൾ തോന്നും, ഞാൻ ഇത്ര ശ്രദ്ധിച്ചിട്ടും എന്തുകൊണ്ടാണ് ഒന്നും മാറാത്തത് എന്ന്. ഇത് നിങ്ങളുടെ കുറ്റമൊന്നുമല്ല. ഈസ്ട്രജൻ കുറയുമ്പോൾ മെറ്റബോളിസം സ്ലോ ആവും, ഫാറ്റ് സ്റ്റോറേജ് പാറ്റേൺ മാറും, ഹങ്കർ ഹോർമോൺസ് ഡിസ്റ്റർബ് ആവും. ഈ സമയത്ത് നമ്മൾ സാധാരണ ശ്രദ്ധിച്ച് ഫുഡ് കഴിക്കുന്നത് പോരാ. ഇവിടെ ശരീരത്തിന് വേണ്ടത് മറ്റു ചില കാര്യങ്ങൾ കൂടിയാണ്. അതൊന്ന് മനസ്സിലായാൽ ഇഷ്യൂസ് ഒക്കെ മാറും. ഒരു കാര്യം, കുറച്ച് ദിവസം മുമ്പ് ഇതേ ചാനലിൽ വന്ന മെനപ്പോസ് കാലത്തെ വർക്കൗട്ട് ടിപ്സ് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ലെങ്കിൽ അതുകൂടെ കാണണം. ഇത് രണ്ടും ഒരുമിച്ച് കറക്റ്റ് ചെയ്താലേ ശരിക്കും റിസൾട്ട് കാണൂ. ഓക്കെ, ഡയറ്റിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പ്രോട്ടീനാണ്. എല്ലാ ഭക്ഷണത്തിലും നിർബന്ധമായും ഒരു കൈക്കുമ്പിൾ അളവെങ്കിലും പ്രോട്ടീൻ വരണം. മുട്ട, മീൻ, ചിക്കൻ, പനീർ, പയർവർഗ്ഗങ്ങൾ ഇതിലേതെങ്കിലും ഒന്ന് അവരവരുടെ സൗകര്യം പോലെ ഇൻക്ലൂഡ് ചെയ്യണം. മെനപ്പോസ് കാരണം ഈസ്ട്രജൻ കുറയുമ്പോൾ മസിൽ ലോസ് കൂടുതലാവും. പ്രോട്ടീനാണ് ആ മസിലിനെ സംരക്ഷിക്കുന്നത്. ഇത് ശ്രദ്ധിക്കാതെ മസിൽ കുറഞ്ഞാൽ മെറ്റബോളിസം പിന്നെയും സ്ലോ ആകും. ഈ സൈക്കിൾ ബ്രേക്ക് ചെയ്യണമെങ്കിൽ പ്രോട്ടീൻ കൂടിയേ തീരൂ. 2. കാൽസ്യം ശ്രദ്ധിക്കണം. മെനോപോസിൽ ബോൺ ഡെൻസിറ്റി വളരെ വേഗം കുറയും. പാൽ, തൈര്, ഇലക്കറികൾ ഇതൊക്കെ മെനുവിലുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. വിറ്റാമിൻ ഡി കൂടെ കിട്ടിയില്ലെങ്കിൽ കാൽസ്യം പ്രോപ്പറായി അബ്സോർബ് ആകില്ല. അതിനുവേണ്ടി ഇത്തിരി വെയിൽ കൊള്ളാം. അത് പറ്റാത്തവരാണെങ്കിൽ ഡോക്ടറെ ചെന്ന് കണ്ട് സപ്ലിമെൻറ്റുകൾ എടുക്കാം. 3. മെനുവിൽ ഫൈറ്റോ ഈസ്ട്രജനുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണം. സോയ്, ഫ്ലാക്സീഡ്, കടല, പയറുവർഗ്ഗങ്ങൾ ഇതൊക്കെ ശരീരത്തിൽ ഈസ്ട്രജന്റെ എഫക്റ്റ് നൽകിയേക്കാം. അങ്ങനെ ഹോർമോൺ ഇംബാലൻസ് ഒരു പരിധിവരെ ബാലൻസ് ആക്കാമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. 4. പ്രോസസ്ഡ് ഫുഡും എക്സ്ട്രാ ഷുഗറും കുറയ്ക്കണം. മെനപ്പോസ് സമയത്ത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറഞ്ഞിട്ടുണ്ടാവും. ഷുഗർ സ്പൈക്ക് ആകുന്ന ഭക്ഷണം വിസ്റൽ ഫാറ്റ് കൂട്ടും. അതുകൊണ്ടാണ് വയറിന്റെ ചുറ്റിലും ഫാറ്റ് കൂടുന്നത്. ഇത് നമ്മുടെ അപ്പിയറൻസിന്റെ മാത്രം പ്രശ്നമല്ല, ഹാർട്ട് ഡിസീസിന്റെയും ഡയബറ്റീസിന്റെയും ഒക്കെ റിസ്ക് കൂടുന്നതാണ്. 5. ഒമേഗ 3 ഉള്ള ഭക്ഷണം കഴിക്കണം. സോയ്, ഫാറ്റി ഫിഷ്, വാൾനട്ട്, ഫ്ലാക്സീഡ് ഇതൊക്കെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കും. മൂഡ് സ്വിങ്ങിനും ബ്രെയിൻ ഹെൽത്തിനും ഇത് ഹെൽപ്പ് ചെയ്യും. 6. പല നിറത്തിലുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സും കഴിക്കണം. ഓരോ കളറിലും ഡിഫറെൻറ്റ് ന്യൂട്രിയൻസ് ആണ്. ഈ ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും വരില്ല. ഉദാഹരണത്തിന് ചീര പോലെ മെഗ്നീഷ്യവും ഇരുമ്പും ഒക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉറക്കം തരും, ക്ഷീണം കുറയ്ക്കും. ഈ പറഞ്ഞതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് മാറ്റാനുള്ളതല്ല. ഒരു ടൈമിൽ ഒന്ന് മാറ്റിയാൽ മതി. പാർട്ട് 1 പറഞ്ഞതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവിച്ചിട്ടും സഫർ ചെയ്തിട്ടും അതൊന്നും ആരെയും അറിയിക്കാതെ പുറമേക്ക് ചിരിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് അവനവൻ്റെ കാര്യം നോക്കാൻ മറന്നുപോയ ആ സ്ത്രീ അറിയില്ലേ? അവർക്ക് മറക്കാതെ ഈ വീഡിയോയും ഷെയർ ചെയ്ത് കൊടുക്കണം.